അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്, CPIM നേതാവ് എന്നതിനൊപ്പം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഞാൻ അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ആരായുകയാണ്, എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഭൂമി ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൊടുക്കുന്നത് സെയിൽ ഡീഡോടുകൂടി അല്ലെങ്കിൽ അത്തരം കൈവശാവകാശങ്ങളോടുകൂടി വിൽപ്പനയ്ക്കുള്ള അവകാശത്തോടുകൂടി ലഭിക്കുന്നത്, വിൽപ്പന നടത്തുന്നത്, അതെങ്ങനെയാണ് ശരിയാകുന്നത്? അതിലൊരു അഴിമതിയുടെ സ്വഭാവമില്ലേ ഇറ്റ്സെൽഫ്? ഈ മിഥുൻ പറഞ്ഞത് തന്നെ ഒരു വേദിക്ക് വേണ്ടി അംഗീകരിച്ചാൽ പോലും, വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും കർഷകരെ അവർ കൃഷിഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ച് അവരുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒരു വ്യവസായ ലക്ഷ്യത്തോടെ വേണ്ടിയിട്ടാണ് ആ ഭൂമി ഏറ്റെടുത്തത്. ആ വ്യവസായ ലക്ഷ്യം കൃത്യമായി തന്നെ BPL വേണ്ടി ആ ഭൂമി കൊടുക്കുകയാണ്. 175 ഏക്കർ. ആ 175 ഏക്കറിൽ കൃത്യമായി ഇന്ന പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് ഇതിന്റെ ഭാഗമായി വരികയാണ്. ഇപ്പൊ BPL കളർ TVയും അതോടൊപ്പം തന്നെ ട്യൂബ് ലൈറ്റും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് കൃഷിക്കാരെ ആ കൃഷിഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ച് അത് കർണാടകത്തിലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ഏറ്റെടുത്ത് ആ ബോർഡ് ആ ഭൂമി ലീസിനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബോർഡ് ഏറ്റെടുക്കുമ്പോൾ ഉള്ള തുകയാണ് നമ്മൾ പറഞ്ഞ 1.1 ലക്ഷം ഒരു ഏക്കറിന്. അതായത് ഒരു സെന്റിന് 1000 രൂപ 1100 രൂപയാണ് താഴെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ബോർഡ് ഈ കൃത്യമായിട്ട് ഈ കമ്പനിക്ക് BPL കൊടുത്ത എഗ്രിമെന്റ് കൃത്യമായിട്ട് പരിശോധിക്കണം. ആ എഗ്രിമെന്റിൽ തന്നെ കൃത്യമായി ഈ വ്യവസ്ഥകളെല്ലാം ഉണ്ടാകും. ഇൻഡിമിനിറ്റി ക്ലോസ്, നിശ്ചിത വർഷത്തിനുള്ളിൽ ഈ വ്യവസായ സംരംഭം ആരംഭിച്ചില്ലെങ്കിൽ ഈ ഭൂമി ഒന്നെങ്കിൽ ബോർഡിന് തിരിച്ചു വരും, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നഷ്ടപരിഹാര ക്ലോസുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പരിശോധിക്കേണ്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. നമ്മുടെ മുന്നിൽ അത്തരം ഫാക്ട്സ് ഇല്ല. അപ്പോൾ അതൊക്കെ അന്വേഷിക്കാതെ ഇത് പരാതി ഉന്നയിച്ച ആൾക്ക് 10ാം ക്ലാസ് 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് ബഹുമാനപ്പെട്ട സുഹൃത്ത് അത് വീണ്ടും വീണ്ടും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. എന്തായാലും 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾ 12ാം ക്ലാസ് പഠിക്കില്ല, 12ാം ക്ലാസ് പഠിക്കാത്ത ആൾ ഡിഗ്രി പഠിക്കില്ല, LLB കിട്ടില്ല, അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ പരാതിയിൽ തന്നെ കൃത്യമായി അദ്ദേഹം ഡൽഹി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അല്ല പ്രശ്നം. ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മിനിസ്റ്ററായിട്ടിരുന്ന് ആ മിനിസ്റ്റർഷിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടും അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നേതാവായിരുന്ന ആളുടെ ക്രെഡിബിലിറ്റിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഫാദർ-ഇൻ-ലോയും ഇവരുടെ നേതൃത്വത്തിലുള്ള കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ പ്രശ്നം. ആ കമ്പനി കൃത്യമായി ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്ന് ഭൂമി ലീസിന് എടുത്തിട്ട് ആ ലീസ് എഗ്രിമെന്റ് പാലിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ വ്യവസായ സംരംഭം ആരംഭിക്കാത്തത്? ആ വ്യവസായ സംരംഭം ആരംഭിക്കാതെ വരുമ്പോൾ ഈ ഭൂമി ഒന്നെങ്കിൽ ഈ ബോർഡിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് സറണ്ടർ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ അവർ തന്നെ അത് തരംതിരിച്ച് വൻകിട ഡീല് നടത്തിയിരിക്കുന്നു. മറ്റു പല മേഖലകളിലേക്കും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് മാറ്റി. ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് തന്നെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമി ഏതെങ്കിലും ഒരു സംരംഭകൻ എഗ്രിമെന്റ് വെച്ച് വാങ്ങിച്ച് കുറച്ച് വർഷം ഹോൾഡ് ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടം പോലെ വിൽക്കാമെങ്കിൽ അത് തന്നെ ബിസിനസ്സാക്കി മാറ്റൂലോ എല്ലാവരും. കാരണം ഇത്രയും ലാഭത്തിലുള്ള പരിപാടി വേറെ ഇല്ലല്ലോ. കാരണം ഏകദേശം 1.1 ലക്ഷത്തിന് ഒരു ഏക്കർ വാങ്ങിച്ച് കോടിക്കണക്കിന് രൂപയ്ക്ക് അത് വിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഇട നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഏറ്റവും വലിയ ബിസിനസ്. അതാണ് ഇപ്പൊ ഈ രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നത്. അതൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ എല്ലാം എഗ്രിമെന്റും വ്യവസ്ഥകളും എല്ലാമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ച് ഇതിൽ കൃത്യമായി ഫ്രോഡ് ഉണ്ട് എന്ന് തന്നെയാണ് നിലവിലുള്ള വിവരവും ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കവും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിന് കർണാടകത്തിലെ തന്നെ മന്ത്രിസഭാ അംഗങ്ങളെയും അതുപോലെ വിവിധ വകുപ്പുകളെയും ഉദ്യോഗസ്ഥന്മാരെയും വരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു ക്രിമിനൽ ഒഫൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം FIR തയ്യാറാക്കി അതിന്റെ തുടർ അന്വേഷണം നടത്തിയാണ് ഈ സത്യം കണ്ടെത്താൻ കഴിയുക. അത് ഏറ്റവും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകട്ടെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന ഇപ്പൊ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തകൻ വരെ പറയുന്നതിനെ അപകീർത്തിപ്പെടുത്തുന്ന, കളിയാക്കുന്ന, അപമാനിക്കുന്ന, പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന ഒക്കെ നമ്മൾ കാണുക. എന്തിനത്ര വികാരം കൊള്ളുന്നത്? എത്ര വൈകാരികമായിട്ട് പെരുമാറുന്നതിനാണ്? ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു, പരാതി വന്നിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി വന്നു, ചീഫ് ജസ്റ്റിസിന് പരാതി വന്നു. ആ പരാതി അന്വേഷിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്? അന്വേഷിച്ച് സത്യം കണ്ടെത്തട്ടെ. ഒരു തരത്തിലും ഈ പരാതിയുടെ ഉള്ളടക്കം ശരിയല്ലെങ്കിൽ അദ്ദേഹത്തെ എല്ലാവരുടെ ആരോപണം പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കേണ്ട. മിഥുൻ പറയുന്നത് ഇങ്ങനെയാണോ പരാതി കൊടുക്കേണ്ടത്? ഇത് പരാതിയാണോ? 1 മിനിറ്റ് 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 1 മിനി
ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിൽ FIR ആർക്ക് സ്കോപ്പ് ഉണ്ടോ പരാതി എന്നാണ്. കൊടുക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ളതുപോലെ വാക്കാൽ പരാതി കൊടുക്കാം, ഓറലായിട്ട് പരാതി കൊടുക്കാം, റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കാം, ഏത് തരത്തിൽ വാചകം എഴുതണം എന്ന് അദ്ദേഹമാണ് ആഗ്രഹിക്കുന്നത്. പൊതുസമൂഹത്തിൽ പരാതി ഉന്നയിക്കാം. മിഥുൻ, ആ wait ചെയ്യൂ. പരാതിയുടെ അരുൺകുമാർ complete ചെയ്യട്ടെ. എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ BJP തന്നെ ഒരു മാനദണ്ഡം ഉണ്ടാക്ക്. ഈ രാജ്യത്ത് പരാതി പാടില്ല, പരാതി എഴുതാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നൊരു മാനദണ്ഡം ഉണ്ടാക്കുക. അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. ഇത് തന്നെയാണ് പ്രതിഷേധത്തിന്റെ സ്വരത്തെയും അതുപോലെ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ അവരെല്ലാം രാജ്യദ്രോഹിയാകും, അവരെല്ലാം കള്ളക്കേസിൽ കൊടുക്കപ്പെടും, അവരെല്ലാം ED കേസിലും CBI കേസിലും പ്രതിയാകും, അവരെ എന്നും വിചാരണ തുടങ്ങുമെന്ന് അറിയാതെ ജയിലിൽ അടയ്ക്കപ്പെടും, അവരൊരിക്കലും പുറത്തിറങ്ങില്ല. ഇതൊക്കെ അങ്ങ് വടക്കേണ്ടിയില് അങ്ങ് വിരട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ല. അതിനൊക്കെ ശക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞ് ഈ വിരട്ടലിനെ വിലപേശലിനൊക്കെ നേരിട്ടുകൊണ്ട് രാജ്യത്ത് ഒരുപാട് പരാതി ഉയർന്നു വരികയും ആ പരാതി അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പല പരാതിയുടെ ഉള്ളടക്കം ശരിയാണെന്ന് ഈ നാടിന് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിരട്ടാനൊന്നും നിൽക്കണ്ട, പരാതി അന്വേഷിക്കണം എന്ന് കൃത്യമായി തന്നെ ഈ നാട് ആവശ്യപ്പെടുകയാണ്. അങ്ങയുടെ അഭിപ്രായം പറയാം, പക്ഷെ പരാതിയുടെ ഉള്ളടക്കം ഇന്നായിരിക്കണം, പരാതി പറയുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും നിഷ്കർഷിക്കാനും ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നവരെ അപമാനിക്കാനൊന്നും വിട്ടുതരാൻ തയ്യാറല്ല. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റോടെ തന്നെ നേരിടും. ഓക്കെ.